അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുട്ടൻ ബിരിയാണിയാണ്. കുറച്ച് മല്ലി പുതിന നട്ട്സും കിസ്മിസും എല്ലാം ഇട്ടുള്ളൂ. സൂപ്പർ മണമാണ് വരുന്നത്. നല്ല കറക്റ്റ് വേവിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹായ് നമസ്കാരം, ഓട്ടോഫൈ ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുട്ടൻ ബിരിയാണിയാണ്. കുട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലബാർ സൈഡിലൊക്കെ എല്ലാവർക്കും അറിയാം. അവിടെ ഈ കുട്ടൻ ബിരിയാണി എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മുടെ ഇവിടെ എന്ന് പറയുന്നത് ബീഫ് ബിരിയാണി എന്നാണ്. നമ്മൾ പോത്തിൻ്റെ ഇറച്ചി വെച്ച് ബീഫ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ 1 കിലോ ബീഫ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഒരു 1/2 കിലോ പക്ക മീറ്റായിട്ടുള്ളതും 1/2 കിലോ എല്ലോട് കൂടിയ ഇറച്ചിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. സാധാരണ കേറ്ററിംഗുകാരൊക്കെ ചെയ്യുന്നത് ദമ്മടിക്കുകയാണ് ഫുള്ള്. അപ്പം നമുക്കിതിൻ്റെ അവർ സാധാരണ ഫുള്ള് ഇങ്ങനെ മീറ്റ് എടുക്കുന്നതുകൊണ്ട് ചെറിയൊരു പോത്തൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് വാങ്ങിച്ചത് മൂത്ത പോത്താണോ ഇല്ലയോ എന്നറിയത്തില്ല. അതുകൊണ്ട് വേവ് കറക്റ്റാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ഇറച്ചി തന്നെ ഒന്ന് കുക്കറിലിട്ട് ഒരു 5 വിസിലടിച്ച് എടുക്കാം. നമ്മൾ ബീഫ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ശകല ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് ഇട്ട് കൊടുക്കും. ഒത്തിരി ഒന്നുമില്ല, നമ്മൾ ശകലം അതായത് ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമുള്ളത് ഇടുന്നുള്ളൂ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് വേവിക്കാൻ വെക്കാം. നമ്മുടെ സവോളയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ചട്ടി ചൂടായിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്കൊരു ശകലം നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കാം. നട്ട്സ് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. മുന്തിരിങ്ങ കൂടെ ഇട്ട് കൊടുക്കാം, കിസ്മിസ്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിനുള്ള ഗ്രേവിക്കുള്ള മസാലകളെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ 1 കിലോളം സവോള എടുത്തിട്ടുണ്ട്. സവോള ഇട്ട് കൊടുക്കാം. 1/2 കിലോ തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. തക്കാളികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലി പുതിന നമ്മുടെ കറിവേപ്പില എല്ലാം കൂടെ എടുത്താണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുളക് പൊടി ഒന്നും ഇടുന്നില്ല. നമ്മളപ്പം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ച് വെച്ച് പേസ്റ്റ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ഒഴിച്ച് കൊടുക്കാം. വിനാഗിരി. നമ്മുടെ സവോളയൊക്കെ ഫ്രൈ ആയി വന്നിട്ട് നമുക്ക് സവോള കൂടെ കോരിയെടുക്കാം. സവോള ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ശകലം മല്ലിപ്പൊടി, നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് ഒന്നുകൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ആവശ്യമായ ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ കൂട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബീഫൊരു 6-7 വിസിലോളം വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. റൈസ് വേകാൻ വേണ്ടി വെക്കാം. നമ്മൾ ഒരു 1.5 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം അങ്ങനെയാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് പട്ട, ഗ്രാമ്പു എല്ലാം കൂടെ. നമുക്കൊരു ശകലം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വെള്ളം തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമുക്ക് ചോറിന് ആവശ്യമായുള്ള ഉപ്പോട് ഇട്ട് കൊടുക്കാം. നമ്മൾ കൈമാ റൈസാണ് എടുത്തിട്ട് നമുക്ക് കൈമാ റൈസ് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു കൊടുത്ത് കഴിക്കാം. ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്രേവിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സവോള വാർത്ത ഓയിലൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി ഗ്രേവി കൂടിപ്പോയി, അതുകൊണ്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് അടുപ്പേ വെച്ച് ഒന്ന് ശകലം ഗ്രേവി വറ്റിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ദമ്മിടാം.
നമ്മളെ ബിരിയാണി ഉണ്ടാക്കുന്നത് മഴ പെയ്തു. അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്ത് വെച്ചുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. റൈസിൽ മുക്കാൽ വേവാകുമ്പോഴത്തേക്ക് നമുക്ക് ദം ചെയ്യാനുള്ള പരിപാടി നോക്കാം. ദം ചെയ്യാൻ തുടങ്ങാം. നമ്മൾ റൈസ് നമ്മൾ മഴ തീർത്ത് ഓടേണ്ടി വന്നതുകൊണ്ട് നമുക്ക് വെള്ളം കറക്റ്റായിട്ട് വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ പറ്റിച്ചില്ല, വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുമായിരുന്നു. ശകലം മല്ലി, പുതിന, കരിവേപ്പിലയെല്ലാം ഇട്ട് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ച ശകലം സവോള ഇട്ട് കൊടുക്കുക. ശകലം നട്ട്സും കിസ്മിസും എല്ലാം ഇട്ട് കൊടുക്കും. നമുക്ക് അടുത്ത ലെയർ കൂടെ റൈസ് ഇട്ട് കൊടുക്കാം. റൈസെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലി, പുതിന എല്ലാം ഇട്ട് കൊടുത്തു. നമ്മുടെ സവോള ഫ്രൈ ചെയ്തത്, നട്ട്സ്, കിസ്മിസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് മുകളിൽ ശകലം ഗരം മസാല ഇട്ട് കൊടുക്കാം. നെയ്യോട് ഇട്ട് കൊടുക്കാം. ഓയിൽ പേപ്പർ വെക്കാം ദം ചെയ്തെടുക്കാനായിട്ട്. ചെറിയൊരു വെയിറ്റുള്ള വെച്ച് ഒരു 1/4 മണിക്കൂർ ചെറു തീയിൽ തമ്മിലിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി ചെമ്പ് പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ കുട്ടൻ ദം ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മഴ കാരണം നമുക്ക് പുറത്തുനിന്ന് എടുക്കാൻ പറ്റില്ല. നമ്മൾ അകത്ത് വെച്ച് ഒരു 10-15 മിനിറ്റോളമായി നമ്മൾ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി ദമ്മ് പൊട്ടിച്ച് അതിൻ്റെ വേവും കാര്യങ്ങളും ടേസ്റ്റൊക്കെ നോക്കാം. ദമ്മ് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല സൂപ്പർ മണമാണ് വരുന്നത്. നല്ല നമ്മുടെ റൈസൊക്കെ വെന്തൊന്നും പോയിട്ടില്ല. നല്ല കറക്റ്റ് വേവിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് വിളമ്പാം. അപ്പോൾ നമുക്ക് നമ്മളെ കുട്ടൻ ബിരിയാണിയുടെ ടേസ്റ്റുകൾ നോക്കാം. ചൂട് സാധനമാണ്. നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അല്ലോ പുട്ട് പോലെ വെന്തിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പം എൻ്റെ കുറേ നാളുകൾ ആഗ്രഹമായിരുന്നു ഈ കുട്ടൻ ബിരിയാണി ഒന്ന് ഉണ്ടാക്കണമെന്ന്. നമ്മൾ ബീഫ് ബിരിയാണി കഴിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും നമ്മൾ കൂടുതലും കടയിൽ ചെല്ലുമ്പോൾ മട്ടനും ചിക്കനുമാണല്ലോ കഴിക്കുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.